നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നിസ്സഹായനായി നിൽക്കുന്ന ഒരാളെ സംഘം ചേർന്ന ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. അത്രയധികം മനസ്സാക്ഷി മരവിച്ചവരായി മാറുകയാണോ മലയാളികൾ? ചില ആളുകളുടെ മാനസിക നില അത്രയ്ക്കും ദുഷിച്ചതായി മാറിയിരിക്കുന്നു. മനോനില തെറ്റുന്ന രീതിയിലേക്ക് മലയാളി അധപ്പതിക്കുന്നു. നമുക്കറിയാം, 7-8 വർഷം മുൻപ് പാലക്കാട് അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കഥ, വാർത്ത അന്ന് നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വാളയാറിൽ രാംനാരായണൻ എന്ന ഇതര സംസ്ഥാനക്കാരൻ്റെ മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്നു. അതിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപ് അട്ടപ്പാടി പാലൂരിൽ നിന്നും മറ്റൊരു വാർത്ത. അതായത് മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ആ കേസിലേക്ക് പോകും മുൻപ് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും പ്രാഥമിക വസ്തുതാന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം നൽകണമെന്നുമാണ് നിർദ്ദേശം. രാംനാരായണനെ നേരിട്ട് ആക്രമിച്ച 7 പേരെയാണ് പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ ആദ്യം പിടിയിലായ 5 പേരെ നിലവിൽ റിമാൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വിനോദ്, ജഗദീഷ് എന്നിവരെ കൂടി പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കേസിൽ ഈ ആൾക്കൂട്ട കൊലപാതകം അത് പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കി. ഇതിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കിയത്. ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ച് രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്ന രീതിയിലേക്ക് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം അത്തരം വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പിടിയിലായ 2 പേർ കോൺഗ്രസ് അനുഭാവികളാണ്. ഇതിൽ CIT അനുഭാവിയുണ്ട്, BJPക്കാരുണ്ട്. അതായത് രാഷ്ട്രീയമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരാളെ, അതും നിസ്സഹായനായി നിൽക്കുന്ന ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ഒരു മനോവൈകൃതത്തിലേക്ക് നമ്മുടെ മനോഭാവം മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു. അതും എനിക്ക് തോന്നുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഒരാളെ ആരെങ്കിലും തല്ലുന്നത് കാണുമ്പോൾ കൂട്ടത്തോടെ ആളുകൾ വന്ന് അയാളെ ആക്രമിക്കുന്നു. കാരണം തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുണ്ട്. രാംനാരായണനും തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു അവിടെ ആൾക്കൂട്ടം അത്ര അധികമായി ഈ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പക്ഷേ ആ കൊലയാളികൾ ഒന്നൊന്നായി പിടിയിലാകുന്നുണ്ട്. ഒളിവിൽ പോയവരെയും പോലീസ് പിടികൂടുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുന്നു. എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ഈ കേസിൽ ഉണ്ടാവുക? സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു കൂട്ടം ആളുകൾ ഒരു മനുഷ്യനെ നിരന്തരം ആക്രമിച്ച്, അതായത് മരണം വരിക്കും വരെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് രാംനാരായണന് നേരെ ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതയാണ്. അങ്ങനെയാണ് ആ ക്രൂരതയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളെ ആക്രമിക്കുമ്പോൾ തിരിച്ചു കിട്ടാത്ത തല്ല് കൊടുക്കാവുന്നിടത്തെല്ലാം കൊടുക്കുന്ന ഒരു ബേസിക് ക്യാരക്ടർ ഉള്ള ആളുകളാണ് മലയാളികൾ എന്നുള്ള സംഭവം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാംനാരായണന്റെ കൊലപാതകം. അത് തല മുതൽ പാദം വരെ 1 ഇഞ്ച് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മർദ്ദനമേക്കാൻ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പും നമ്മൾ വായിച്ചതാണ്. തലച്ചോറിൽ, തലയിൽ, പുറത്ത്, ദേഹത്ത്, കാലിൽ എല്ലായിടത്തും രാംനാരായണൻ മർദ്ദനമേറ്റിരുന്നു. അതിൽ തന്നെ 15 പേരോളം ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികളാണ് എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും 15 പേരോളം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ട്. ഇവരിൽ പലരും അതിനുശേഷം നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ എന്നുള്ള നിലയിൽ അവർ പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. നാട് വിട്ട ആളുകളുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും പ്രതികളല്ല എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് അവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ 7 പ്രതികളുണ്ട്. ആദ്യത്തെ 5 പേർ നമുക്കറിയാം. അതിൽ 4 പേര് BJP പ്രവർത്തകരാണ്. ആ ഘട്ടത്തിലാണ്
വലിയ ആരോപണവുമായി CPM-ഉം സംസ്ഥാന സർക്കാരും രംഗത്തെത്തിയത്. ബംഗ്ലാദേശി എന്നുള്ള പേര് ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നത്. പക്ഷേ തുടരെ ഉണ്ടായ അറസ്റ്റിൽ ഇതിൽ നാലാം പ്രതി CITU പ്രവർത്തകനാണ്. അതുപോലെ ഇന്നലെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ രണ്ടുപേരും, ഒരാള് കോൺഗ്രസ് പ്രവർത്തകനും മറ്റൊരാൾ CPM പ്രവർത്തകനുമാണ്. ഇങ്ങനെ എല്ലാ ആളുകളും ചേർന്ന് ഈ രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അത് ബംഗ്ലാദേശിയാണെന്നുള്ളത് കൊണ്ടല്ല. രാം നാരായൺ എന്ന് പറയുന്ന അതിഥി തൊഴിലാളിയെ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ അതെന്ത് എന്ന് ചോദ്യം ചെയ്യുന്ന നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഇവൻ എന്താണ് ഈ ഘട്ടത്തിൽ ഇവിടെ, ഈ സമയത്ത് ഇവിടെ എന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു ആകാംക്ഷയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസിൽ നിന്നോ ഉണ്ടായതാണ് ഈ കൊലപാതകം എന്നുള്ള കാര്യം വ്യക്തമാണ്. അസാധാരണമായ സമയത്ത് അല്ലെങ്കിൽ അസാധാരണമായ സ്ഥലത്ത് ഒരാളെ കാണുമ്പോൾ അതിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ മർദ്ദനത്തിലേക്ക് മാറുകയും ഇയാൾ മോഷ്ടാവാണ് എന്ന് ആരോപിച്ചുകൊണ്ട്, ഇയാൾ മോഷ്ടിക്കാൻ വന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഉൾപ്പെടെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അദ്ദേഹത്തെ തല്ലുന്നു, വടിയെടുത്ത് തല്ലുന്നു, കൈവച്ച് തന്നെ അദ്ദേഹത്തിന്റെ തലയിലും ശരീരത്തും നെഞ്ചിലും ഒക്കെ മർദ്ദനം ഏൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ആദ്യഘട്ടത്തിലൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും 25 ലക്ഷം രൂപ ധനസഹായം, നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലായിരുന്നു കുടുംബം. പക്ഷെ പിന്നീട് മന്ത്രി K. രാജൻ അതിലിടപെട്ട് അത് സർക്കാർ തലത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ നിന്നും 10 ലക്ഷം രൂപ എന്നുള്ള തലത്തിലേക്കും അത് തിരിച്ച് രാംനാരായണന്റെ സംസ്ഥാനത്തു നിന്നും അത് 5 ലക്ഷം രൂപ എന്നുള്ള അങ്ങനെ 15 ലക്ഷം രൂപ ധനസഹായം നൽകാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡിന്റെ ഭാഗത്തുനിന്ന് 5 ലക്ഷം രൂപ എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇന്ന് കുടുംബം റായ്പൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിമാനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി തിരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്നാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിക്കുന്നതും. അങ്ങനെയാണ് ഈ രാംനാരായണന്റെ കുടുംബത്തിൽ 7 അംഗങ്ങൾ അടക്കമാണ് മൃതദേഹവുമായി റായ്പൂരിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ ആണ് ഇവിടെ നിന്ന് മൃതദേഹവും വഹിച്ചിട്ടുള്ള വിമാനം റായ്പൂരിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സഹായത്തിന് മുതിരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഈ ആളുകളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങളും ആ സമയത്ത് മൊബൈൽ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ ഇനിയും പോലീസ് എന്താണ് അമാന്തം കാണിക്കുന്നത് എന്നുള്ള വിമർശനം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിരിക്കുന്നതും അങ്ങനെയാണ്. ഒരു മനുഷ്യനെ തച്ചുകൊന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ ജീവിക്കേണ്ടുന്ന ആളല്ല എന്നാണോ, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ മറ്റൊരു തരത്തിലുള്ള പരിഗണനയാണോ നൽകുന്നത് എന്നുള്ള ഇതിലേക്കൊക്കെ ഇത് വലിയ ചോദ്യം ചെയ്യലായി മാറുകയാണ്. ഒരാളെ തനിച്ച് നിസ്സഹായന ഒരാളെ തനിച്ച് കിട്ടിയാൽ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയാൽ അതായത് അയാളെ തല്ലേണ്ടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാവരും കൂടി അങ്ങനെ ഒരു രീതി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരാളെ തല്ലാനുള്ള കൈവയ്ക്കാനുള്ള അധികാരം മറ്റൊരു മനുഷ്യന് കൊടുക്കുന്നത് ഒരിക്കലും അതിൽ ഇതര സംസ്ഥാനക്കാരനായതുകൊണ്ട് ആകില്ല. അത്തരമൊരു ഗൂഢലക്ഷ്യം മാത്രമായിരിക്കില്ല പ്രതികളുടെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ഒരു രണ്ടാം കിട പൗരനാണെന്ന ചിന്ത ചില ആളുകളോട് നമുക്കുണ്ട്. നമ്മുടെ ചില ആളുകൾക്ക്, അതായത് ചില മലയാളികൾക്കുണ്ട്. അതാണ് വ്യക്തമാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയിൽ മധുവിനും സംഭവിച്ചതാണ്. ഏറ്റവും ഒടുവിൽ വീണ്ടും ഈ രാംനാരായണന്റെ കൊലപാതകത്തിന് ശേഷം അട്ടപ്പാടിയിൽ നിന്നും വീണ്ടും മറ്റൊരു ആദിവാസി യുവാവിൻ്റെ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. വീണ്ടും ക്രൂരമായി മർദ്ദിച്ചെന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഇത് BJP-ക്കാരാണ് ഇത് ചെയ്തത്. അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നൊക്കെ തുടക്കത്തിൽ മന്ത്രിമാർ പോലും ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇതിനങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ലല്ലോ. അതിനപ്പുറം ഒരു മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള ചില ആളുകളുടെ ഒരു ചിന്ത, കാഴ്ചപ്പാട്, ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ മോഷ്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പട്ടിണി പാവങ്ങളോട് പോലും, അല്ലെങ്കിൽ ഇത് വളരെ സാധുക്കളായ മനുഷ്യരോടാണ് ഈ രീതിയിൽ പെരുമാറുന്നത്, ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, കൊലപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ, ചിന്തയുടെ ഒക്കെ ഒരു പ്രശ്നമല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ടോം, കാരണം ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്.
അതും മധുവിന് നേരിട്ട വലിയ ആപത്ത്, അത് അന്ന് തന്നെ കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി ചോദ്യങ്ങൾ പുറത്തുനിന്നും, കേരളത്തിന് പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ കേരളം ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന സാഹചര്യങ്ങളുണ്ട്. അപമാനകരമായ സംഭവമായിരുന്നു ഒരു ആദിവാസി യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചു അല്ലെങ്കിൽ അരി മോഷ്ടിച്ചു എന്നുള്ള പേരിൽ തല്ലിക്കൊന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്ന് തന്നെ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകാത്തതിന്റെ ഒരു ലൂപ്പ് ഹോൾ കൂടി കിടപ്പുണ്ട്. ഏറി വന്നാൽ ഇത്ര, അത് തന്നെയാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. കാരണം നിയമം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു ചോദ്യമാണ്. കൂട്ടത്തിലുള്ള ഒരാളെ തല്ലിക്കൊന്നാലും അതിന് ആൾക്കൂട്ട മർദ്ദനമെന്ന ഇതിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മൂല്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആളുകൾക്ക് ശിക്ഷ കിട്ടാൻ എത്ര കാലം എടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ആളുകളെ എത്ര പെട്ടെന്നാണ് ഇവര് കുറ്റവാളികളല്ല ഇവർ എന്ന് വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്? അത്തരം സാഹചര്യങ്ങൾ അട്ടപ്പാടിയിലും മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ആ കുടുംബം തന്നെ നിരവധി തവണ നീതിക്കായി മധുവിന്റെ സഹോദരി കയറിയിറങ്ങി നടന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ രാംനാരായണന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കുടുംബം ഇവിടെ സംസ്ഥാന സർക്കാരിനോട് അവരുടെ നിലപാട് കൃത്യമായി അറിയിച്ചത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ അത്രയും ഒരു നഷ്ടപരിഹാര തുക അദ്ദേഹത്തിന് അനുവദിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അല്ലെങ്കിൽ അത് അവർക്ക് അത് ഒരു ജീവന്റെ വിലയൊന്നുമല്ല. 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ജീവന് മതിയാകുന്ന വിലയൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഈ മൃതദേഹം തങ്ങൾ ഏറ്റുവാങ്ങില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അടിയന്തര ധനസഹായം എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ തയ്യാറായത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 25 ലക്ഷം രൂപ ധനസഹായം ആവശ്യപ്പെട്ടാണ് കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാട് അറിയിച്ചത്. അതേ തുടർന്നാണ് പിന്നീട് അത് കൈവിട്ടു പോകുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് ഇതിൽ റവന്യൂ മന്ത്രി ഇടപെടൽ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതും അത് പിന്നീട് മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചത്. അതിനുശേഷമാണ് 10 ലക്ഷം രൂപ കേരളത്തിന്റെയും ഛത്തീസ്ഗഡ് 5 ലക്ഷം രൂപയും നൽകും എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ 15 ലക്ഷം രൂപ ഇവരുടെ കുടുംബത്തിന് നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ജില്ലാ ഭരണകൂടവും കളക്ടർ അർജുൻ പാണ്ഡ്യനും അറിയിച്ചിട്ടുണ്ട്. അർജുൻ പാണ്ഡ്യൻ കുട്ടികൾക്ക് പേന നൽകി നന്നായി പഠിക്കണം എന്നുള്ള ഉപദേശത്തോടൊക്കെയാണ് അവരെ യാത്രയാക്കിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാലും അത്തരം സഹായങ്ങളൊക്കെ ഒരു നിന്ന നിൽപ്പിൽ കൊടുക്കേണ്ടി വന്നത് തന്നെ ആ കുടുംബം ഒറ്റക്കെട്ടായി അതിനു വേണ്ടി നിന്നതുകൊണ്ടാണ്. മധുവിന് വേണ്ടി സംസാരിക്കാൻ നിന്നിരുന്ന ശബ്ദങ്ങളൊക്കെ ആ സമയത്ത് ദുർബലമായി പോയതിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. ചോദിക്കാൻ ആരുമില്ലാത്ത അല്ലെങ്കിൽ ആളുകളില്ലാത്ത അവരെ ഇങ്ങനെ സമൂഹം കൈകാര്യം ചെയ്യുന്നത്, ഒരു വിഭാഗം, സമൂഹം എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വിഭാഗം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാറ്റഗറിയുടെ, അതായത് നിറത്തിന്റെയും ജാതിയുടെയും ഒക്കെ ഇതിലുള്ള ഈ കാറ്റഗറിയുടെ പ്രശ്നമായിരിക്കാം. അത്തരം പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇത്തരം ഉച്ചനീചത്വങ്ങളൊക്കെയും ഇപ്പോഴും കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്നുള്ളത് ഉറക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ്. അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ഒരാളെ തല്ലുക എന്ന് പറയുന്നത് ദുർബലനായ ഒരാളുടെ നേരെ പ്രയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് ഇത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലും വളരെ വ്യക്തമായി തന്നെ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലുള്ള ഒരു വേർതിരിവ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരനാണ് എന്നൊരു കാഴ്ചപ്പാട് ചില ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സാധുക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന, സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒരു പ്രവണതകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. പാലക്കാട് അട്ടപ്പാടി പാലൂരിലും മോഷണം ആരോപിച്ച് ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായിട്ടുള്ളൊരു പരാതി വരുന്നുണ്ട്. പാലൂർ സ്വദേശി മണികണ്ഠനാണ് മർദ്ദനത്തിനിരയായത്. തലയൊട്ടി പൊട്ടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് യുവാവ്. ആദിവാസികളിൽ നിന്നും കാട്ടിലെ വേരുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജാണ് യുവാവിനെ മർദ്ദിച്ചതെന്നാണ് പരാതി. പുതൂർ പോലീസ് കേസെടുത്തെങ്കിലും ചുമത്തിയത് നിസ്സാര വകുപ്പുകൾ മാത്രമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രാമരാജനാണ് വേര് കക്കെടുത്തെന്ന് പറഞ്ഞിട്ട് അപ്പം വടി കൊണ്ട് തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ പിറ്റേ ദിവസം ഇനി കൊട്ടാൻ പോയി. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കൊട്ടാൻ പോയപ്പോൾ
അവിടെ തലകറങ്ങി താഴെ വീണപ്പോൾ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പോൾ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യില്ലെങ്കിൽ ഉയരോടെ കിട്ടില്ല, തിരിച്ചു വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ നൈറ്റ് 1 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എത്തി. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ ചെക്ക് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസുകാരൻ്റെ നടപടിക്ക് എടുത്തു. അപ്പോൾ അവരൊന്ന് അട്ടപ്പാടി പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരൊന്ന് ചോദിച്ചിട്ട് അവർ അവരുടെ ഭാഗത്തിൽ നിൽക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന മൊഴി സാറുമാർ എടുക്കുന്നില്ല. ഇപ്പം എൻ്റെ ചെക്കനെ ഈ അവസ്ഥയിൽ ഇവിടെ എടുക്കുന്നുണ്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിന് ഒന്നും ആകുന്നില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നു, രാംരാജ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് മാത്രം ഇവിടുത്തെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല. അയാൾ അടിച്ചപ്പോൾ നീ അടുത്തൊന്നും കണ്ടോ, സാക്ഷി കാളി ഒന്നുമില്ലല്ലോ, അപ്പം നീ മൊഴി തന്നെ ഞങ്ങളിങ്ങനെ എടുക്കാം, നീ കണ്ടിട്ടില്ലല്ലോ എന്ന് 2 വർഷം എൻ്റെ അടുത്ത് ചോദിച്ചു. കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാക്ഷി ഉണ്ടെങ്കിലല്ലോ നമ്മൾ കേസ് കൊടുക്കും, സാക്ഷി ഇല്ലല്ലോ, സാക്ഷി ഇല്ലാതെ നീ എങ്ങനെ ഞങ്ങൾക്ക് പരാതി തരാം, നീ കണ്ടോ തല്ലപ്പോൾ, നീ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളിങ്ങനെ പരാതി എടുക്കാൻ പറ്റും, ഞങ്ങൾ പരാതി എടുക്കില്ല. മണികണ്ഠൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീര് കാണാതെ പോകരുത്. കാരണം ഇതുപോലെ മധുവിനെ പോലെ ഇനി ആരും ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയാകരുതെന്ന് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോഴും അതിനുശേഷവും വീണ്ടും ആദിവാസികൾക്ക് നേരെ, ആദിവാസി യുവാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതും മോഷണക്കുറ്റം ആരോപിച്ച് എം വിഷ്ണു ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ഒരു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ മണികണ്ഠൻ ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്നു. ഇവിടെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ്. നിസ്സാര വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. നമുക്കറിയാം, മധുവിൻ്റെ കേസിലും തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, രാംനാരായണൻ്റെ കേസിലും ആദ്യം നിസ്സാര വകുപ്പുകൾ ചുമത്തി, അതായത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലും പോലീസ് ഒരുക്കി. രാംനാരായണനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട രീതി ഇടപെട്ടില്ല. തുടക്കത്തിൽ പോലീസ് നടപടികൾ വൈകി എന്ന ആരോപണമുണ്ടായി. ഇവിടെയും ഈ പുതൂരിലെ മണികണ്ഠനെ മർദ്ദിച്ച കേസിലും പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. എന്താണ് സംഭവിച്ചത്? ഇത് ആൾക്കൂട്ട മർദ്ദനമായിരുന്നോ, അതോ ഈ രാമരാജ് എന്ന യുവാവ് മണികണ്ഠനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു? തീർച്ചയായും ടോം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലേറെ ചർച്ചയായ വിഷയമാണ് വാളയാർ അട്ടപ്പാളത്തുണ്ടായ രാംനാരായണന്റെ ഒരു ആൾക്കൂട്ട മർദ്ദന കൊല. അതിൽ പോലീസ് അലംഭാവം കാണിച്ചു എന്നുള്ള ആരോപണം ഉണ്ടാവുകയും ബന്ധുക്കളുടെ ശക്തമായൊരു നിർബന്ധം അല്ലെങ്കിൽ ഇടപെടൽ സംസ്ഥാന സർക്കാർ ഉണ്ടായ ഭാഗമായി കൂടിയാണ് പോലീസ് കാര്യക്ഷമമായി പിന്നീട് ഇടപെട്ടത്. അതിന് പുറകെയാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം അട്ടപ്പാടിയിൽ നിന്നും അത്തരമൊരു വാർത്ത വരുന്നത്. അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരംഭിച്ചു തന്നെ. വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ അട്ടപ്പാടി സ്വദേശിയായ തമ്മിൽ അറിയുന്ന ആൾക്കാർ തമ്മിലാണ് ഈ ഒരു അക്രമം ഉണ്ടായത്. അട്ടപ്പാടി പാലൂർ സ്വദേശിയിലെ 26 വയസ്സുകാരൻ മണികണ്ഠനാണ് അക്രമമേറ്റത്. പറമ്പിൽ നിന്നും പച്ചമരുന്നിന്റെ വേര് മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് മറ്റൊരു രാമരാജ്, പച്ചമരുന്ന് കച്ചവടക്കാരനും ആയ രാമരാജ് മണികണ്ഠനെ ആക്രമിക്കുന്നത്. അത് അക്രമം കഴിഞ്ഞ ഈ മാസം ഡിസംബർ 7-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എന്നാൽ തുടർന്ന് 9-ന് ഇലക്ഷൻ പ്രചാരണത്തിൽ വാദ്യമേളങ്ങൾ കൊട്ടുന്നതിനായി മണികണ്ഠൻ പോവുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ഡോക്ടർമാർക്ക് സംശയം തോന്നിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പോലീസ് എന്ന അന്വേഷണത്തിലാണ് ഈ മർദ്ദനത്തിന്റെ കാര്യം പുറത്തു വരുന്നത്, മർദ്ദന വിവരങ്ങൾ പുറത്തു വരുന്നത്, രാമരാജ് ഇങ്ങനെ ആക്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. വിദഗ്ധ പരിശോധനയിലാണ് തലയോട്ടിയിൽ പൊട്ടൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി നടത്തി. തുടർന്ന് ചികിത്സയ്ക്കായി അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണികണ്ഠൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്നുള്ള ഒരു ആരോപണം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മണികണ്ഠന്റെ മാതാവ് പാപ്പ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തുടർന്ന് പോലീസ് കർശന അന്വേഷണം നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. സംഭവത്തും പുറത്തറിഞ്ഞ തുടർന്ന് ജനപ്രതികൾ, പൊളിറ്റിക്സ് രാഷ്ട്രീയ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നൊക്കെ
ശക്തമായ ഇടപെടൽ പോലീസിനോട് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേട്ടോ. ഇപ്പോൾ എന്തായാലും എന്താണ് ഈ ആദിവാസി മേഖലയുടെ ഒരു അവസ്ഥ എന്താണ്? കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി ആദിവാസി യുവാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അത് മോഷണക്കുറ്റം ആരോപിച്ചാണ്, കൊലപാതകം വരെ നടന്നിട്ടുള്ള നാടാണ്. അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള, ആ പ്രദേശത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? നാട്ടുകാർ പ്രതിഷേധവുമായി ആദിവാസി സംഘടനകളൊക്കെ രംഗത്തിറങ്ങുന്നുണ്ടോ, അതോ ഈ കുടുംബാംഗങ്ങൾ മാത്രം ഒരു നിയമ പോരാട്ടം നടത്തേണ്ട അവസ്ഥയാണോ? തീർച്ചയായും ഉണ്ടാവും. അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യം കുറച്ചു മുമ്പ് ചർച്ച ചെയ്തു. കേരളക്കരെ ആകെ ചർച്ച ചെയ്ത വിഷയമാണ് മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ, ആഹാരം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് അട്ടപ്പാടി മധുവിനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇപ്പോഴും ഒരു മോഷണക്കുറ്റമാണ്. കഴിഞ്ഞ ദിവസം വളരെ അട്ടപ്പാലത്തും മോഷണം ആരോപിച്ചാണ് അക്രമം ഉണ്ടായത്. എന്നാൽ മോഷണം തെളിയിക്കാനോ മോഷണ സാധനങ്ങൾ കണ്ടെടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളി ആക്രമിച്ചുകൊണ്ട് തന്നെ അത് കാര്യമാക്കണ്ട എന്നുള്ളൊരു നിലപാട് പലർക്കും ഇപ്പോൾ ഉണ്ട്. ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ഇതര സംസ്ഥാന തൊഴിലാളികളോട് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു ഗുരുതരമായ സാഹചര്യമാണതുള്ളത്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ നാട്ടിൽ അട്ടപ്പാടിയിൽ ഉണ്ടായതിനെ തുടർന്ന് ആദിവാസി സംഘടനകൾ ശക്തമാണ്. അട്ടപ്പാടിയിൽ രാഷ്ട്രീയ സംഘടന പിൻബലത്തോടുകൂടിയുള്ള ആദിവാസി സംഘടനകളുണ്ട്. അവരൊക്കെ തന്നെ ഈ വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത് പുറത്തറിയുന്നത്, ഇങ്ങനെ മർദ്ദനത്തിന്റെ കാര്യമൊക്കെ. തുടർന്ന് അട്ടപ്പാടി സംഘങ്ങൾ പോലീസിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഈ സംഘടനകളുടെ തീരുമാനം എന്നാണ് ലഭിക്കുന്ന വിവരം. കേട്ടോ. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിലാണ് മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയതെന്ന ആരോപണവുമുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പ്രധാനമായും ആശ്രയിച്ചത് 2 സംഭവങ്ങൾ. 2012 യൂറോപ്യൻ യാത്രയും 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലെ സംഭവങ്ങളുമാണിത്. അതേസമയം ദിലീപിന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ അതിജീവിതം മുന്നോട്ട് വെച്ച പല വാദങ്ങളും നിലനിന്നില്ല. കോടതിയുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരവും നടിക്കുണ്ടായിരുന്നില്ല. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇതിൽ പ്രധാനമായും ഈ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ ഈ സാക്ഷികളായി കണ്ടെത്തിയതും ഈ 2012 2013 ഈ അമ്മയുടെയും ചലച്ചിത്ര താരങ്ങളുടെയും പരിപാടിയുമായി ബന്ധപ്പെട്ട അന്ന് സ്ഥലത്തുണ്ടായിരുന്ന ആളുകളെയാണ്, താരങ്ങളെയാണ്. ദിലീപ് ആ നടിയെ തീർത്ത് കളയുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയതായി അന്ന് ആരോപണം ഉണ്ടായിരുന്നു. പലരും മൊഴി നൽകിയതാണ്. പിന്നീട് മൊഴിമാറ്റവും സംഭവിച്ചതാണ്. എന്താണ് ഈ കേസ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്? പ്രോസിക്യൂഷൻ എന്തൊക്കെ വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലെ വിചാരണ കാലയളവിൽ നിരത്തിയത്? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസ് എങ്ങനെ സംഭവിച്ചു, ആ സംഭവം എങ്ങനെ ഉണ്ടായി എന്ന് തെളിയിക്കുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അതിന് പിന്നിലുള്ള മോട്ടീവ് കണ്ടെത്തുക എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ശ്രമിച്ചത്. അവിടെയാണ് ഈ 2 സംഭവങ്ങൾ, ഒന്ന് 2012 യൂറോപ്യൻ ട്രിപ്പ്, താരങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പ്, അതിൽ അതിജീവിതയും ദിലീപും അടക്കം അംഗങ്ങളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഈ 2 പേരുമായിരുന്നു. നായികയും നായകനുമായി എല്ലാ പരിപാടികളിലും ഇവർ 2 പേരുമായിരുന്നു. മറ്റൊന്ന് അബാദ് പ്ലാസയിൽ വെച്ച് നടന്ന മഴവിൽ അഴകിൽ അമ്മ എന്ന അമ്മയുടെ തന്നെ ഒരു മെഗാ ഷോ, അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന സംഭവവികാസങ്ങൾ. ഈ 2 സംഭവവികാസങ്ങളിലും ദിലീപ് ഈ നടിയെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ നടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ നടിയോടുള്ള വൈരാഗ്യം വർദ്ധിക്കുന്ന നിരവധി സംഭവങ്ങൾ ചുറ്റുപാടും ആളുകൾ കണ്ടു നിൽക്കത്തക്ക വിധത്തിൽ സംഭവിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ വാദങ്ങളിലൊന്നും നടിയുടെ മൊഴിയും. അത് ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ട കാര്യം 2012 മാർച്ച് 25 ജൂൺ 30 ഇടയിലായിരുന്നു ഈ യൂറോപ്പ് ഷോ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് റിഹേഴ്സൽ ക്യാമ്പും മറ്റും സംഘടിപ്പിച്ചു. നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ്. 10 ദിവസം നീണ്ട റിഹേഴ്സൽ ക്യാമ്പായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു നടി എന്നാണ് ഇവർ മൊഴി നൽകിയത്. കാരണം ഇതിന് തൊട്ട് മുൻപാണ് കാവ്യ മാധവന്റെ മെസ്സേജും മറ്റും മഞ്ജു വാര്യർ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഈ നടിയുമായി ബന്ധപ്പെട്ട മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും അടക്കമുള്ളവർ വരികയും ഇത്തരം കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുകയും തുടർന്ന്
തുടർന്ന് തൻ്റെ പിതാവിൻ്റെ സമ്മർദ്ദത്താൽ ഇക്കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയേണ്ടി വരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയും ഒക്കെ ചെയ്ത് പിന്നീട് ദിലീപ് ഈ വിഷയം അറിയുകയും മറ്റും ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ വീണ്ടും ഒരു യാത്ര, ഒരു ഷോ വേണമോ എന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടി നടത്തിയിരുന്നു എന്നുള്ളതാണ് അവർ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഒഴിവാകാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ആ ഷോയുമായി സഹകരിക്കായിരുന്നു. പക്ഷേ ഷോയിലുടനീളം ദിലീപ് തന്നോട് ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്നു എന്നാണ് ഈ അതിജീവിത മൊഴിയായി നൽകിയിരുന്നത്. തന്നോട് ദിലീപ് മിണ്ടിയിരുന്നില്ല എന്നും അതിജീവിത മൊഴിയായി പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഒരു ദിവസം ഒരു യാത്രക്കിടയിൽ ബസ്സിൽ വെച്ച് ദിലീപ് അപമര്യാദയായി പെരുമാറുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തത്. തന്നോട് കളിച്ചവരാരും സിനിമാ ലോകത്ത് ഇതുവരെ നിലനിന്നിട്ടില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. സിനിമയിൽ നിൽക്കണം എങ്കിൽ തന്നോട് സഹകരിക്കേണ്ടി വരും. ഒപ്പം മഞ്ജു വാര്യരോട് മൊഴി മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടാക്കണം. തിരിച്ചു വരുമ്പോൾ 2-3 സിനിമകൾ ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ മഞ്ജു വാര്യർക്ക് നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറുകയും നമ്മൾ നല്ല സുഹൃത്തുക്കളാകും എന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത്, ഈ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അതിജീവിതയുടെ അമ്മയും മറ്റ് സഹതാരങ്ങളും ബസ്സിൽ ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും കേൾക്കുകയായിരുന്നു ഈ മൊഴി എന്നാണ് അതിജീവിത പറഞ്ഞത്. മറ്റൊന്ന്, അമ്മ ക്യാമ്പിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അമ്മ ക്യാമ്പ് 2013 നടക്കുന്നത്. അബാദ് പ്ലാസയിൽ വെച്ചാണ്. അന്നും മലയാള സിനിമയിലെ ഭൂരിഭാഗം നടീനടന്മാരും അതിൻ്റെ ഭാഗമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ബിന്ദു പണിക്കരുണ്ട്, കൽപ്പനയുണ്ട്, നാദിർ ഷായുണ്ട്, സിദ്ദിഖുണ്ട്, റിമി ടോമിയുണ്ട്. അങ്ങനെ വലിയ ഒരു താരങ്ങളുടെ ഒരു പരിപാടിയായിരുന്നു അവിടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് കാവ്യ മാധവനോട് ചില നടിമാർ, അന്ന് ആ സമയത്ത് തന്നെ ഈ ദിലീപ് കാവ്യ ബന്ധം സിനിമാ രംഗത്ത് പാട്ടായി എന്നാണ്, ഒരു ഗോസിപ്പുകൾ പോലെ വല്ലാതെ പടർന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ വന്നു. അവിടെ വെച്ച് ചില നടിമാർ കാവ്യയോട് ഈ കാര്യം ചോദിക്കുകയും നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് സംസാരിക്കുകയും തുടർന്ന് കാവ്യ മാധവൻ പൊട്ടിക്കരയുകയും ചെയ്തു. തുടർന്ന് ഈ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് കാവ്യ ഇറങ്ങിപ്പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. അത് ദിലീപ് അറിയുന്നു. തുടർന്ന് ഈ വിഷയം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഈ അതിജീവിതയായ നടിയാണ് എന്ന ബോധ്യത്തിൽ ദിലീപ് ഇവരോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്നു. നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന ഡയലോഗ് പറയുന്നു എന്നുള്ള മൊഴിയാണ് നടി കോടതിയിൽ നൽകിയത്. അതിനുശേഷം ഇവരോട് സംസാരിച്ച ബിന്ദു പണിക്കരും സിദ്ദിഖും മറ്റും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദിലീപിന് ഈ കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്, ദിലീപിന് നിന്നോട് കടുത്ത വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് നീ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിൽ പിന്തിരിയണമെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു എന്നുള്ള മൊഴിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റ് കൂടെ ഉണ്ടായിരുന്ന മറ്റ് നടിമാരും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റ് നോട്ടിൽ പേജ് നമ്പർ 59-ലും 60-ലും ഈ ദിലീപിന്റെ വൈരാഗ്യം നടിയോട് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്, ഈ അമ്മ ക്യാമ്പിൽ ഇത്തരത്തിൽ കാവ്യ മാധവനോട് മറ്റുള്ളവർ സംസാരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തതും തുടർന്ന് ഇവർ പൊട്ടിക്കറിഞ്ഞതും മറ്റും ദിലീപിന് വലിയ വൈരാഗ്യം കൂടാൻ കാരണമായി എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഷാർജയിലും കൊച്ചിയിലും മറ്റുമായി നടന്ന പരിപാടികളിലും റിഹേഴ്സൽ ക്യാമ്പിലുമൊക്കെയായി മുകേഷ്, സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു എന്നിവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള മൊഴികൾ അത് കൃത്യമായി തന്നെ കോടതിയിൽ നടി ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തു എങ്കിൽ പോലും ഇക്കാര്യങ്ങളിൽ നിരവധി സംശയങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ തന്നെ കോടതി നടിയോട് ചോദിക്കുകയുണ്ടായി. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിൽ ഇത്തരം പല കാര്യങ്ങളും പൊളിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതായത് ദിലീപും നടിയും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന ആദ്യഘട്ടത്തിൽ വലിയ ബന്ധമുണ്ടായിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ഷോയിൽ ഉടനീളം ഈ നടി, അതിജീവിത നടി വലിയ സന്തോഷത്തിലാണ് പെരുമാറുന്നത് എന്നും ഇവർ രണ്ടുപേരുമാണ് ഈ ഷോയിലെ മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് നടനും നടിയുമായി സ്കിറ്റിലും ഡാൻസിലും മറ്റും അഭിനയിച്ചത് ഇവർ രണ്ടുപേരും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്ത രീതിയിലായിരുന്നില്ല ഇവരുടെ പെരുമാറ്റവും മറ്റും. ഇവർ പരസ്പരം സംസാരിച്ചിരുന്നു എന്ന് കൂടെയുള്ള നടിമാർ ഒപ്പം നടന്മാർ മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു അവിടെ. അല്ലാതെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായതായി തങ്ങൾക്കറിയില്ല എന്ന് കൂടെയുള്ള നടീനടന്മാർ മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു 3 മാസം നീളുന്ന ഒരു ഷോയാണ്, അവിടെ നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരാൾക്കൊപ്പം എങ്ങനെ ഇത്ര സന്തോഷത്തോടു കൂടി ഒരു ഷോയിൽ ഉടനീളം നിങ്ങൾ പങ്കെടുത്തു? കാരണം ഇതിൽ ഡാൻസ് ചെയ്തതും സ്കിറ്റ് ചെയ്തതും ഒക്കെ ഒരുമിച്ചാണ്. എങ്ങനെ പങ്കെടുത്തു എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് കോടതി മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ 2012-ലും 2013-ലുമാണ് ഈ പറയുന്ന രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നത്, റിഹേഴ്സൽ ക്യാമ്പും യൂറോപ്യൻ യാത്രയും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നടി ആക്രമണം അതിനും വർഷങ്ങൾക്ക് ശേഷമാണ്, 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് നടി ആക്രമണം സംഭവിക്കുന്നത്. ഈ ഒരു ഭീഷണി അതുകൊണ്ട് മാത്രം ഇതിനെ ഈ ദിലീപാണ്
ഈ അതിജീവിതയെ, നടിയെ ആക്രമിച്ചതെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? സ്വാഭാവികമായും അതൊക്കെ ആയിരിക്കുമോ ഈ കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയായത്? അത് തന്നെയാണ്. അതായത് ഈ കാലയളവ്, ദിലീപ് ഈ വിഷയം ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ കാലയളവുമായി ബന്ധപ്പെട്ടൊക്കെ വേണമെങ്കിൽ പ്രോസിക്യൂഷൻ വാദത്തിൽ അവരങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനൊരു മോട്ടീവിന് തുടക്കമെന്ന് പറയുന്നത് ഈ വിഷയമാണ്. കാവ്യ മാധവന്റെ മെസ്സേജ്, ദിലീപ് അയച്ച മെസ്സേജ് മഞ്ജുവാരുടെ ഫോണിൽ കാണുകയും തുടർന്ന് ഈ നടിയോട് ഈ വിഷയത്തിൽ സംസാരമുണ്ടാവുകയും നടി ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ഈ കാവ്യയും ദിലീപുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഇതിന് തുടക്കമായി, ഈ സംഭവത്തിന് തുടക്കമായി പറയുന്നത്. തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഒരു ക്രോണോളജിയായി ഞാനിപ്പോൾ പറഞ്ഞത്. അത് 2012-ലും 2013-ലും മറ്റുമായി നടന്ന സംഭവങ്ങളാണ്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് കാവ്യ, ഈ നടിയുടെ അമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മ ഒരു സമയത്ത് പോലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കോടതി കണ്ടു. മറ്റൊന്ന്, ഒരു ശത്രുതയുണ്ട് എന്ന് കരുതുന്ന ഒരു നടനൊപ്പം മകളെ പരിപാടികൾ, അതായത് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എന്തിന് അമ്മ വിട്ടു എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതും കോടതി അത്ര ഒരു അവിശ്വസനീയമായി കണ്ട ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊന്ന്, ഈ ബസ്സിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ നിരവധി ആളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുമോ എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞതുപോലെ സിനിമയിൽ നിന്ന് നശിപ്പിക്കും, സിനിമാ രംഗത്ത് ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ബസ്സിൽ വെച്ചാണ് എന്നുള്ളത് അവിശ്വസനീയമായി കോടതിക്ക് തോന്നി. എങ്കിൽ അവരുടെയൊക്കെ മൊഴി വേണ്ടേ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതിൽ പ്രധാനമായും റിമി ടോമി ഉണ്ടായിരുന്നു, നാദിർ ഷാ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വളരെ കൃത്യമായി തന്നെ ദിലീപിന് അനുകൂലമായുള്ള മൊഴിയാണ് നൽകിയത്. അത് ഈ വിഷയത്തിൽ വലിയ സഹായകരമായി. പിന്നീട് യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട്, അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന നടിമാരും നടന്മാരും, അതായത് കൽപ്പന, ബിന്ദു പണിക്കർ, സിദ്ദിഖ് അടക്കമുള്ള, റിമി ടോമി അടക്കമുള്ള ആളുകൾ എല്ലാവരും, ഒപ്പം ഭാമ ആ സമയത്ത് നടിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിന് ആ തരത്തിൽ ഈ സംഭവത്തിന് ശേഷം അവർ ദിലീപിന് അനുകൂലമായി മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നിൽക്കുന്ന ഒരു സദസ്സിൽ വെച്ചാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കോടതിക്ക് അവിശ്വസനീയമായി തോന്നി എന്നുള്ളതാണ് ഇതുമായി ചേർത്ത് വെക്കുന്ന കാര്യം. അതായത് ഇവർ ഈ പറഞ്ഞതുപോലെ ചുരുക്കത്തിൽ മോശമായ കാര്യങ്ങളൊന്നും ഷോയിൽ സംഭവിച്ചിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് കോടതി എത്തിയത് എന്നുള്ളത് ഈ കേസിൻ്റെ നാൾ വഴികളിൽ നിർണായകമായി. ഒപ്പം ഒരു തെളിവ്, ഈ പറഞ്ഞ തെളിവുകളൊക്കെ കൃത്രിമ തെളിവുകളാണ് എന്നുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ദിലീപിന് വേണ്ടി ഈ പറഞ്ഞ സാക്ഷി മൊഴികൾ പറഞ്ഞ ആളുകൾ പലരും കള്ളം പറയുന്നു എന്ന പ്രോസിക്യൂഷൻ്റെ വാദവും കോടതി പൂർണ്ണമായും തള്ളുന്ന പശ്ചാത്തലമുണ്ടായി. അങ്ങനെ നമുക്കറിയാം ടോം, ഈ കോടതിക്ക് മുന്നിൽ വളരെ കൃത്യമായ തെളിവുകളും മൊഴികളുമാണ് വേണ്ടത്. അത് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എങ്കിൽ പുറത്ത് എത്ര ചർച്ച നടന്നാലും എത്ര പ്രമാദമായി ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചാലും കോടതിക്ക് നിഗമനത്തിലെത്തണമെങ്കിൽ തെളിവുകളും സാക്ഷികളും കൃത്യമായി തന്നെ വേണം. ഇവിടെ ഈ വിഷയത്തിൽ അത് സംഭവിച്ചില്ല. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളിലും നടി പറയുന്നതിന് അനുകൂലമായി ഒരു തെളിവ് പോലും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്രിമമായി ചമച്ച തെളിവുകളാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ദിലീപിന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തു. ടോം, വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിച്ച കേസിലെ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പ്രധാനമായും ആശ്രയിച്ചത് രണ്ട് സംഭവങ്ങളായിരുന്നു. അതായത് 2012 യൂറോപ്യൻ യാത്രയും 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ്. അവിടെ വെച്ച് ഈ അതിജീവിതയെ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അത് അത്തരം അധികം പക ദിലീപിനുണ്ടായിരുന്നു. അതിൻ്റെ പ്രതികാരമായ പകവീട്ടിലായിരുന്നു നടിയാക്രമണ കേസെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ വാദങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഭീഷണിയാണ്, സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രം ഒരു നടിയാക്രമണത്തിന് കാരണം ആയി കോടതി കണക്കാക്കിയിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം ദിലീപിനെ കേസിൽ കുറ്റമുക്തനാക്കാനുള്ള കാരണമായത്. ഇപ്പോൾ ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാന നീക്കവുമായി SIT. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരോട് ഹാജരാകാൻ നോട്ടീസ് നൽകി. ഡിസംബർ 26 ഹാജരാകാനാണ് നോട്ടീസ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് SIT നീക്കം. ഇത് മുന്നിൽ കണ്ട് ബോർഡ് അംഗങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചു. അതിനിടെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ സ്ഥാപനത്തിൽ SIT പരിശോധന നടത്തി. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്,
ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൽ അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല, അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങിയില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. രൂക്ഷമായ വിമർശനമായിരുന്നു SITക്കെതിരെ ഉന്നയിച്ചത്. പക്ഷെ വലിയ സ്വാധീനമുള്ള രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഡിസംബർ 26-ന് ഹാജരാകാൻ നോട്ടീസ് നൽകി. കാരണം ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച് വീണ്ടും ദിവസങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു നടപടി SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർക്ക് മുൻകൂർ ജാമ്യം നേടാനുള്ള സൗകര്യം പോലും ഒരുക്കുന്നൊരു സാഹചര്യമുണ്ട്, പശ്ചാത്തലമുണ്ട്. എന്താണിപ്പോൾ SITയുടെ നടപടി കേസുമായി ബന്ധപ്പെട്ട്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം വന്നതിന് ശേഷമാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് SIT എത്താൻ തയ്യാറായത്. ഇപ്പോഴാണ്, അതായത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ്, വിമർശനം വന്നതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ 2019 ബോർഡ് അംഗങ്ങളെ ഈ ഒരു അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോട്ടീസ് അയച്ചത്. അതായത് ഇവരുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ എന്ന രീതിയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ, അതായത് ഈ ഒരു നോട്ടീസിനിടയിൽ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും SIT നൽകുന്നുണ്ട്. കാരണം ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ ഒരു അന്വേഷണം മന്ദഗതിയിലായി. അത് മാത്രമല്ല അതൊരു വലിയൊരു കൊള്ളയാണ്. കാരണം വലിയൊരു വിശ്വാസികളുടെ മതവികാരത്തെ അടക്കം വിശ്വാസത്തിനെ അടക്കം ഹനിക്കുന്ന തരത്തിലാണ് ഈ ഒരു കൊള്ള നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇത് നശിപ്പിച്ചത്. അതായത് ഈ ഒരു സംരക്ഷണത്തിന് വേണ്ടി അവിടെ നിലനിർത്തിയ ബോർഡ് അംഗങ്ങൾ തന്നെ ഈ ഒരു കൊള്ളക്ക് കൂട്ടുനിന്നു. അത് ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു അന്വേഷണം ഉന്നതരിലേക്ക് എത്താൻ ഈ ഒരു SITക്ക് മടി വേണ്ട എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്, ഹൈക്കോടതിയുടെ നിർദ്ദേശമടക്കം. അത് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം VD സതീശനും ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പ്രതികരിച്ചതും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഈ ഒരു അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു, ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതികരിച്ചത്. ഇന്ന് രമേശ് ചെന്നിത്തലയും അത്തരത്തിൽ ഒരു വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു SITയുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. ഇതൊരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധമുള്ള ഒരു സംഘമാണ് ഇത് നടത്തിയതെങ്കിൽ, അത്തരത്തിൽ ഒരുപാട് മൂല്യമായ വസ്തുക്കൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ, അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയോ അല്ല കേരളത്തിൽ തന്നെ ഉണ്ടോ, ഈ ഒരു ഇതൊക്കെ കണ്ടെത്തുക, ഒപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വളരെ സാഹസികവും വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെ രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അവർക്ക് തീർത്തും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു 2 ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം. ഇവിടെ നമുക്കറിയാം സാരംഗ, ഒരു രാഷ്ട്രീയ സമ്മർദ്ദം സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കേണ്ട എന്നൊരു നിലപാട് CPM സ്വീകരിച്ചാൽ പോലും മറുവശത്ത് ശങ്കർദാസിൻ്റെ മകൻ പോലീസ് ഉന്നതനാണ്. ആ രീതിയിലുള്ളൊരു സംരക്ഷണം അതല്ലെങ്കിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നാൽ അത് മറ്റു തരത്തിൽ ഒരു പോലീസ് ഉന്നതൻ്റെ പിതാവിനെ പിടികൂടുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അയാൾ പ്രതിയാകുന്നു, സ്വർണ്ണ മോഷണ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാകുന്നു എന്ന് പറയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഭയക്കുന്നുണ്ടോ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ? തീർത്തും അത് ശരിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ SITയുടെ ഒരു നീക്കം. കാരണം ഈ ഒരു ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ SIT ഇവരിലേക്ക് അടക്കം കടന്നത്. കാരണം ഇത്തരത്തിലുള്ള, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊപ്പം തന്നെ ഇങ്ങനൊരു ബന്ധം കൂടി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്ക് തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടും അന്നത്തെ 2 ബോർഡ് അംഗങ്ങളിലേക്ക് എത്തുന്നില്ല എന്നത് വളരെ ഈ ഒരു ചോദ്യമുനയിൽ നിർത്തിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു. മാത്രമല്ല ഈ ഒരു ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത്തരത്തിലൊരു കൊള്ള നടത്താൻ പറ്റില്ല. മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിലും ഇത്തരത്തിൽ ബോർഡ് അംഗങ്ങളും അറിയാതെ ഇത്തരത്തിലൊരു കൊള്ള നടക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം വന്നതിന് ശേഷം മാത്രമാണ് അന്വേഷണം ഇവരിലേക്ക് വ്യാപിപ്പിച്ചത് എന്നൊരു നിർണായകമായ ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതായത് ഈ ബോർഡ് അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഏതൊക്കെ ഉന്നതരിലേക്ക് എത്തുമെന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം ഹൈക്കോടതി അടക്കം പരാമർശിച്ചത് വമ്പൻ സ്രാവുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരിലേക്ക് എത്താൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ആ ഒരു പരാമർശം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ പങ്കെടുത്ത, അതായത് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നതരിലേക്ക് എത്താൻ കഴിയും. പക്ഷേ ആ ഒരു സമ്മർദ്ദം എങ്ങനെ മറികടക്കും എന്നതൊരു ചോദ്യമാണ്. കാരണം ഇത്തരത്തിലൊരു പോലീസ് ബന്ധവും ഒപ്പം നിയമസഭാ ഇലക്ഷൻ
അടുത്തിരിക്കുന്നു. ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ഒരു തിരിച്ചടി മറികടക്കാനുള്ളൊരു ശ്രമം നടക്കുന്നതിനിടെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു. അതൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. ഡി മണി എന്നൊരു വ്യക്തി ഇതിലേക്ക് ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു. 4 പഞ്ചലോക വിഗ്രഹം ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കൊള്ളയുടെ വ്യാപ്തി വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശബരിമല ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സുപ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല. അതേപോലെ തന്നെ അത്ര വലിയൊരു ക്ഷേത്രമല്ലെങ്കിൽ പോലും മറ്റ് പല ക്ഷേത്രങ്ങളുമുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അമൂല്യമായ വസ്തുക്കളുമുണ്ട്. കാരണം ഈ ഒരു പുരാവസ്തുക്കളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കൾക്ക് വളരെ വലിയൊരു വില ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പ് എത്രത്തോളം വ്യാപകമായി കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്, അതെല്ലാം ഇനിയിപ്പോൾ SITയുടെ അന്വേഷണ പരിധിയിൽ വരേണ്ടി വരും. ഒപ്പം തന്നെ ഈ ഒരു അന്താരാഷ്ട്ര ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഒരു ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു അന്വേഷണം ഈ ഒരു മറ്റ് രാജ്യങ്ങളിലേക്കും, അതായത് ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്താനടക്കമുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ SITയിൽ നിന്നും ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉന്നതരിലേക്കും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധത്തിലേക്കും എത്താനുള്ള സാധ്യത അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമല്ല, ഒരു പോലീസ് ഉന്നതൻ്റെ DIGയുടെ പിതാവാണ് ശങ്കർദാസ്. അതുകൊണ്ട് തന്നെ പോലീസിലെ ഒരു SP ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നൊരു കേസ് തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നാൽ അത് ഏതൊക്കെ പ്രത്യാഘാതങ്ങൾ അവരുടെ സർവീസിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അത്തരം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ, സ്വാഭാവികമായി ഇത്തരം ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ശക്തമായ താക്കീത് നടപടി ഈ വിഷയത്തിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. സസ്പെൻഷനിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ സംസ്ഥാന പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിട്ടു. കോഴിക്കോട് സ്വദേശിയായ ഉമേഷ് നിലവിൽ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. സേനയിലെ അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, സൈബറിടത്ത് പോലീസിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഉമേഷ് വള്ളിക്കുന്ന്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വലിയ അഴിമതിക്കാരും കസ്റ്റഡി മർദ്ദന കേസിലെ പ്രതികളുമൊക്കെ സേനയിൽ തുടരുമ്പോൾ ഒരു സൈബർ സോഷ്യൽ മീഡിയയിൽ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ, പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുന്നൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്? ടോം, ഏറ്റവും രസകരമായ കാര്യം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കാരണമായ കാര്യങ്ങളിൽ ഏറ്റവും തലത്തിൽ നിൽക്കുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് ആരോപിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഓരോന്നായി പരിശോധിച്ചാൽ ഏറ്റവും ആദ്യ പോസ്റ്റായി അല്ലെങ്കിൽ ആദ്യ അന്വേഷണം അദ്ദേഹത്തിനെതിരെ നടക്കുന്നത് യതീഷ് ചന്ദ്രക്കെതിരെ, ഉന്നത ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്രയെ കുടപിടിച്ചു നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുടപിടിച്ചു നിൽക്കുന്ന ചിത്രം മാധ്യമങ്ങളിൽ വന്നിരുന്നു. ആ ചിത്രം ഫേസ്ബുക്കിൽ ഇട്ട ശേഷം നിങ്ങൾ രാജഭരണകാലത്തെ കിങ്കരന്മാരല്ല ഇത്തരത്തിൽ പഠിക്കുന്നത്, നാണക്കേട് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ശബരിമല കർമ്മസമിതി ഈ ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ അവരുടെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. അന്ന് ഹർത്താലിൽ പരക്കെ അക്രമ സംഭവങ്ങൾ കോഴിക്കോട് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അന്ന് ഈ പോലീസ് ബന്ദോബസ്തിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. ഒപ്പം ഈ വീഴ്ചകൾക്ക് ഉത്തരവാദി സിറ്റി പോലീസ് കമ്മീഷണറാണ് എന്നും അദ്ദേഹം പരാജയമെന്നും ഫേസ്ബുക്കിലൂടെ ഇട്ടു എന്നാണ് മറ്റൊരു ആരോപണം. ഒപ്പം UAPA പ്രതികളെ അനുകൂലിക്കുന്ന എന്ന രീതിയിൽ ഒരു സിനിമയിലെ ശബ്ദ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ രംഗം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു. അത് UAPA പ്രതികളെ അനുകൂലിക്കുന്ന തരത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി അത്തരം ഒരു കേസിലും അന്വേഷണം നടത്തി. മറ്റൊന്ന്, ഇതേ UAPA കേസിലെ പ്രതികൾക്ക്, പന്തീരാം കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നതാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ പോലീസ് സേനയിലുള്ള ഹെൽമറ്റ് ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയത് പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതി ഉണ്ടായി. ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവിധ തലങ്ങളിലായുള്ള
ലോൺ തിരിച്ചടവുണ്ട്. ആ വായ്പാ തിരിച്ചടവ് പിരിക്കാൻ HDFC ബാങ്കിനെ ഏൽപ്പിച്ചു. അക്കാര്യത്തെ വിമർശിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പ്രസ് ക്ലബിൽ നടന്ന ഒരു പരിപാടിയിൽ പോലീസ് സേനയുടെ അനുമതിയില്ലാതെ ആ ചടങ്ങിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു. 1-2 മാധ്യമങ്ങൾക്ക് അദ്ദേഹം പല വിഷയങ്ങളിലായി അഭിമുഖങ്ങൾ നൽകി എന്നീ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഒരു പറമ്പിൽ ബസാർ സ്വദേശിയുമായ ഒരു അതായത് നിശബ്ദരായിരിക്കണം അനീഷ്, അതാണ് നിശബ്ദരായിരിക്കണം. സർക്കാരിനെതിരെ ഈ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്നൊരു മുന്നറിയിപ്പ് കൂടി പറയുന്നു. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അവിടുത്തെ സിസ്റ്റം തകരാറിലാണെന്ന് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യം. ഇവിടെ ഉമേഷ് വള്ളിക്കുന്ന് പോലീസ് സേനയിലെ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തെയും പിരിച്ചുവിടുന്നൊരവസ്ഥ. ഈ ഉമേഷ് വള്ളിക്കുന്നിന്റെ പ്രതികരണം ഈ സംഭവത്തിന് പിന്നാലെ, നടപടിക്ക് പിന്നാലെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആണ് പിരിച്ചുവിടൽ ഓർഡർ കിട്ടിയത്. 21-ാം തീയതി ഇറക്കിയതാണ്. ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുത്തന്നു. ഇനി ഒരു അപ്പീൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 6 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്പീൽ DIG കൊടുക്കും. അതും ഇതുപോലത്തെ ഒരു പ്രഹസനം പോലെ ആയിരിക്കും പരിപാടിയെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ട്രിബ്യൂണലായിട്ടും കോടതിയായിട്ടുള്ള നിയമ നടപടികൾക്ക് പോയി തിരിച്ചു വരുന്നതാണ്. പോലീസിൽ ഒരു 11 കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മളിപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. ആ 11 കുറ്റങ്ങളുടെ മറുപടി ഞാൻ വ്യക്തമായി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അതിനുള്ള മറുപടി SP കൊടുക്കുകയും ചെയ്തിരുന്നു. അന്നേ നമുക്കറിയാം മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിരിച്ചുവിടുന്ന നടപടി തീരുമാനം സ്ഥിരപ്പെടുത്തുമെന്നറിയാം. പക്ഷെ അവർക്ക് തൃപ്തികരമായ നടപടി നമുക്ക് കൊടുക്കാനും പറ്റില്ല. കാരണം അങ്ങനെ കൊടുക്കാന്ന് പറയുന്നത് അത്രയ്ക്ക് നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായിട്ടോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അച്ചടക്കലംഘനമെന്ന് അവർ ആരോപിക്കുന്നുണ്ടെങ്കിലും കൃത്യവിലോപം എന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഒരു കൃത്യവിലോപവും നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടിയിൽ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ നമുക്കൊരു കൈക്കൂലിയോ അല്ലെങ്കിൽ ആൾക്കാരോട് മോശമായിട്ട് പെരുമാറിയിട്ടോ അങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പിരിച്ചുവിടൽ എന്ന് പറയുന്നത് കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കോടതി നടപടികൾക്ക് ശേഷം ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം പോലീസിൽ തന്നെ തിരിച്ചു വരും. ഡിസംബർ 14-ാം തീയതി അതായത് ഈ മാസം 14-ാം തീയതി ഈ പിരിച്ചുവിടൽ നോട്ടീസിനുള്ള മറുപടി ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ തന്നെയാണ് പങ്കുവച്ചത്. പണ്ടൊക്കെ പ്രേമലേഖനം എഴുതിയിരുന്നത് പോലെയുള്ള ആവേശത്തോടെ രാത്രി ഉറങ്ങാതിരുന്ന് എഴുതുമായിരുന്നു. വെളുപ്പിന് 5 മണിയോടെ എഴുതി തീർത്ത് ശാന്തമായ മനസ്സോടെ കിടന്നുറങ്ങിയിരുന്നു. എന്തുകൊണ്ടാണ് 22 വർഷം ഉപജീവന മാർഗമായിരുന്ന ജോലി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും നഷ്ടബോധമോ ആകുലതകളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ എന്നെ അലട്ടാത്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു പിടിയും കിട്ടുന്നില്ല. സാമ്പത്തികമായി ഒട്ടും സുരക്ഷിതമല്ല കാര്യങ്ങൾ. ലോണുകളും സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയ കടങ്ങളുമുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും താൻ പോരാട്ടം തുടരുമെന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ആ പിരിച്ചുവിടൽ നോട്ടീസിനുള്ള മറുപടി. അവസാനം അദ്ദേഹം പറഞ്ഞു വയ്ക്ക് നിർത്തുന്നത് ഇങ്ങനെയാണ്: സർവീസ് ജീവിതത്തിൽ ഇനി ചെറിയൊരു കാത്തിരിപ്പേയുള്ളൂ ബാക്കി. പത്തനംതിട്ട SP ആനന്ദ് സാറിൻ്റെ ആ ഉത്തരവ് വരും വരെയും ശാന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അനീഷ്, അതായത് ഈ ഉമേഷ് വള്ളിക്കുന്നിന് അറിയാമായിരുന്നു ഇത്തരമൊരു നടപടി ഉണ്ടാകുമായിരുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹം നടപടി എടുക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയിരുന്നു. കാരണം അതിലേക്കുള്ളൊരു ചവിട്ടുപടിയായാണ് ഓരോ അന്വേഷണങ്ങളും വരുന്നത്. ഓരോ തവണ അദ്ദേഹത്തിനും അന്വേഷണം വരുമ്പോഴും അല്ലെങ്കിൽ മെമ്മോ നൽകുമ്പോഴും അദ്ദേഹം അത് ഫേസ്ബുക്കിൽ വീണ്ടും പ്രസിദ്ധീകരിച്ച് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചു എന്നടക്കമൊക്കെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ആ മെമ്മോ ഫേസ്ബുക്കിൽ ഇട്ടതിനെ തുടർന്ന് വീണ്ടും ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആ മെമ്മോയും അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടു. ഒപ്പം ഈ റാന്നി DYSPക്ക് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല നടപടിയുടെ അന്വേഷണ ചുമതല. പക്ഷേ നേരിട്ടും രേഖാമൂലം ഒക്കെ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഈ ഹിയറിംഗിന് പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ഓൺലൈനായി പോലും മൊഴി നൽകാൻ എത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിന് മറുപടിയായി തനിക്ക് ഉപജീവന ഭത്ത ലഭിക്കാത്തതുകൊണ്ടാണ് ഈ ഓൺലൈൻ ഹിയറിംഗിനോ അല്ലെങ്കിൽ നേരിട്ടോ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് മറുപടി നൽകുന്നത് ആ ഉദ്യോഗസ്ഥനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതായത് നമ്മൾ ഈ കുറ്റാരോപണ മെമ്മോയിലും ഈ പിരിച്ചുവിടൽ ഉത്തരവിലുമൊക്കെ പരിശോധിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു വാക്ക് മേലുദ്യോഗസ്ഥരെ ആക്ഷേപിക്കുന്നു, അവരെ അപകീർത്തിപ്പെടുത്തുന്നു എന്നീ പതിവ് പലവയാണ്. കാരണം നമുക്ക് നോക്കാം, ഈ യതീഷ് ചന്ദ്രയ്ക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും അദ്ദേഹത്തിന് കുടപിടിച്ചൊരു പോലീസുകാരൻ നിൽക്കുമ്പോൾ ഉള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ അത് രാജഭരണകാലത്തെ കിങ്കന്മാരല്ല എന്ന പ്രതികരണമാണ്. അതെങ്ങനെ ഈ യതീഷ് ചന്ദ്രയെ ആക്ഷേപിക്കുന്നതാവും എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കൊണ്ടുപോകാനും, ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹെൽമെറ്റ് ഗുണനിലവാരമില്ലാത്തതായാൽ
അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ പോലീസുകാരാണ്. പലപ്പോഴും ഒരു ലാത്തി ചാർജിലോ അല്ലെങ്കിൽ ഒരു സംഘർഷ സ്ഥലത്തോ ഒക്കെ പോകുമ്പോൾ ആ നിലവാരമില്ലാത്ത ഹെൽമറ്റുമായി പോകുന്ന ഉദ്യോഗസ്ഥർക്കാണ് പക്ഷേ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നത്. അതെങ്ങനെ സേനയുടെ അച്ചടക്കം ലംഘിക്കുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുന്ന ഒരു നടപടിയായി മാറുന്നു. ഒരു ഹർത്താൽ ഒരു ജില്ലയിൽ ആചരിക്കുമ്പോൾ അതിന്റെ ബന്ദോബസ്തിൽ വീഴ്ച വന്നാൽ അല്ലെങ്കിൽ വ്യാപകമായ അക്രമങ്ങളിലേക്ക് ആ ഹർത്താൽ നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട പോലീസിന് വീഴ്ച വന്നാൽ അത് വീഴ്ചയെന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഒരു സിനിമാ ശകലം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ അത് UAPA പ്രതികളെ ന്യായീകരിക്കുന്നതാണ് എന്ന തരത്തിലേക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? അല്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയെന്ന വാർത്ത പങ്കുവെക്കുന്നത് എങ്ങനെ അച്ചടക്കൽ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും ഈ ഉമേഷിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടും പിന്നീട് ഡിസ്മിസലുമായി ബന്ധപ്പെട്ടും ഉയരുന്നുണ്ട്. നമുക്കറിയാം സാധാരണഗതിയിൽ അതീവ ഗുരുതരമായ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പോലും ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിന് ആഴ്ചകളും മാസങ്ങളും ഒക്കെ നീളുന്ന നടപടിക്രമം ഉണ്ടാവുന്നു. നാട്ടുകാരോട് പണം കുത്തിപ്പിടിച്ച് വാങ്ങുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടാവുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമായി മാറുന്ന കളങ്കിതരായ ആളുകളുമായി പങ്കുകച്ചവടം നടത്തുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായും അല്ലെങ്കിൽ മണൽ മാഫിയകളുമായി പങ്കുകച്ചവടം നടത്തുന്ന ഉദ്യോഗസ്ഥരെ പോലും പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആരും അറിയാതെ സർവീസിൽ കയറിയത്, ഷാഫി പറമ്പലിനെ മർദ്ദിച്ച വടകര ഡിവൈഎസ്പി പോലുള്ള അങ്ങനെ ഒരുപാട് ആളുകളുള്ള ഒരു സേനയാണ്. അവിടെയാണ് ഈ 8-10 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ മേലുദ്യോഗസ്ഥരെ ബഹുമാനിച്ചില്ല അല്ലെങ്കിൽ അവരെ ആദരിച്ചില്ല, അവരെ അധിക്ഷേപിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയൊക്കെയുള്ള ഈ നടപടികൾ എടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് തികഞ്ഞ ശുഭപ്രതീക്ഷയാണ്. കാരണം കോടതിയിൽ എത്തുമ്പോൾ ഓരോന്നും ഏകേറി പരിശോധിക്കുമ്പോൾ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതും ഇതൊക്കെ ഒരു പിരിച്ചുവിടാൻ പര്യാപ്തമായ കാരണങ്ങളാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് നീങ്ങും എന്നതും ഒപ്പം വ്യക്തി എന്ന രീതിയിലുള്ള ചില അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റം നടത്തിയെന്നൊക്കെ അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിന് പങ്കാളിയുമായി ജീവിക്കുന്നത് പോലും പെരുമാറ്റച്ചട്ട ലംഘനം അല്ലെങ്കിൽ ഈ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, പെരുമാറ്റ ദൂഷ്യമാണ് എന്നൊക്കെ ആരോപിച്ചുള്ള നടപടികളുണ്ട്. എന്തായാലും ഇതൊക്കെ ഏകേറി പരിശോധിക്കപ്പെടും. അത് വരുന്ന ദിവസങ്ങളിൽ ഈ കോടതിയിലും അല്ലെങ്കിൽ ട്രിബ്യൂണലിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെടും. സർവീസിലേക്ക് തിരിച്ചു കയറാൻ കഴിയും. വളരെ കൃത്യമായ ഒരു വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് വള്ളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് തുടർച്ചയായി അച്ചടക്ക ലംഘനം കാണിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി സേനയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു, പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നു. അതിനും വ്യക്തമായൊരു മറുപടി നൽകിയില്ല. വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. IFFK സ്ക്രീനിങ്ങിനിടെ ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ കുഞ്ഞുമുഹമ്മദിനെ പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കേസിൽ നേരത്തെ സെഷൻസ് കോടതിയിൽ നിന്നും കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ് സംവിധായകനാണ്, ഇടത് സഹയാത്രികനാണ്, മുൻ MLA ആണ്. അങ്ങനെ ഉള്ളൊരു വ്യക്തിത്വമാണ് ഈ രീതിയിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരായ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്ത് നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ടോം, ഈ ഒരു IFFKയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു മലയാളം സിനിമകളുടെ തിരഞ്ഞെടുപ്പ്, അതായത് സ്ക്രീനിങ് കമ്മിറ്റിയിൽ കൃത്യമായി ഈ ഒരു പ്രതിയും ഒപ്പം തന്നെ ഈ യുവതിയും അംഗങ്ങളായിരുന്നു. അത്തരത്തിലൊരു സമയത്ത്, അതായത് സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ തങ്ങിക്കൊണ്ടായിരുന്നു ഈ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്നത്. അതിനുശേഷം, അതായത് ഒരു ദിവസം സ്ക്രീനിങ് നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ മുറിയിലെത്തിയ ഈ യുവതിയോട് കുഞ്ഞാമത് ഇത്തരത്തിൽ മോശമായി പെരുമാറുകയായിരുന്നു. അതായത് കടന്നു പിടിക്കാൻ ശ്രമിച്ചു നടക്കമാണ് പരാതിയിൽ പറയുന്നത്. അത് പിന്നീട് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി പിന്നീട് പോലീസിന് കൈമാറുകയും തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം, അതായത് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ വിവരങ്ങൾ തന്നെയാണ് പോലീസിന് മുൻപാകെയും ഈ യുവതി നൽകിയത്. അതിനുശേഷമാണ് ഈ ഒരു CCTV അടക്കം പരിശോധിച്ചു. ഈ പരാതിയിൽ പറയുന്ന ദിവസം ഈ രണ്ടുപേരും ഇതേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ സമയത്താണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇദ്ദേഹം കോടതിയിലേക്ക് നീങ്ങുന്നത്.
അത് ഇപ്പോൾ നിലവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ ഇത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനടക്കം സാധ്യതയുണ്ട്. മാത്രമല്ല തെളിവുകൾ, അതായത് ഈ ഒരു ഹോട്ടലിൽ താമസിച്ചടക്കമുള്ള തെളിവുകളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കാനും ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പരാമർശവും പുറത്തു വന്നിരുന്നു. അതായത് താൻ അപമര്യാദയായി പെരുമാറിയതല്ല, തെറ്റിദ്ധരിച്ചതാകാം, മാപ്പ് പറയാൻ തയ്യാറായിരുന്നു എന്നാണ് തുടക്കം മുതൽ തന്നെ. അതായത് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കൂടുതൽ, അതായത് തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു യുവ സംവിധായക ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൂടുതൽ ദൃക്സാക്ഷികളുണ്ടോ, മാത്രമല്ല മറ്റ് ഡിജിറ്റൽ തെളിവുകളുണ്ടോ, അത്തരം വിവരശേഖരണത്തിലായിരിക്കും ഇനി പോലീസ് കിടക്കുക. മാത്രമല്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞു മുഹമ്മദിൻ്റെ മൊഴി അടക്കം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ, അതായത് ഈ ഒരു യുവതിയുടെ മൊഴിയുമായി ചേർത്ത് വായിച്ച ശേഷമായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക. മാത്രമല്ല ഇതൊരു IFFK-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി രാഷ്ട്രീയ രംഗത്തടക്കം വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. IFFK സ്ക്രീനിങ്ങിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തകയോട് മുൻ MLA-യും സംവിധായകനുമായ പിട്ടി കുഞ്ഞുമുഹമ്മദ് മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെ തുടർന്നാണ് പിട്ടി കുഞ്ഞുമുഹമ്മദ് പോലീസിന് മുൻപാകെ ഹാജരായത്. പൂർണ്ണമാവുന്നു. നമസ്കാരം.